ഗുഡ് മോർണിംഗ് മാഡം. ഞാൻ ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തൈറോയ്ഡ് കുറച്ച് കൂടുതലായിട്ടാണ് കാണുന്നത്. എന്താ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്താ ടെസ്റ്റ് ചെയ്യാനുള്ള കാരണം? നല്ല ക്ഷീണവും മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഇതിനു മുന്നേ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ തൈറോയിഡിന്റെ ഗുളികയൊന്നും കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല, ഇതുവരെ കഴിച്ചിട്ടില്ല. ആരാ പറഞ്ഞു ഈ റിപ്പോർട്ടിൽ തൈറോയിഡ് കൂടുതലാന്ന്? ഇതിൽ നോർമൽ 4 കാണിക്കുന്നത്, പക്ഷെ എൻ്റെത് 8 ഉണ്ട്. അപ്പോൾ തൈറോയ്ഡ് കൂടുതലല്ല മാഡം. ഇതിലേ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് TSH എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. TSH എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. നമ്മുടെ തലയിൽ പിറ്റുറ്ററി എന്ന് പറഞ്ഞൊരു ഗ്രന്ഥിയുണ്ട്. ആ ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന ഹോർമോണാണ് TSH. നമ്മുടെ കഴുത്തിലുള്ള ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. ഈ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന ഹോർമോണുകളാണ് T3യും T4ഉം. T3യും T4ഉം കുറയുന്ന സമയത്ത് തലയിൽ നിന്ന് അല്ലെങ്കിൽ പിറ്റുറ്ററി ഗ്രന്ഥിയിൽ നിന്ന് TSH വരും. ഈ TSH പോയിട്ട് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ പ്രവർത്തിക്കും. അതിൻ്റെ ഭാഗമായിട്ട് T3യും T4ഉം കൂടും. അപ്പോൾ T3യും T4ഉം കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? തൈറോയ്ഡ് ഹോർമോൺ കുറയുക, അഥവാ ഹൈപ്പോ തൈറോയിഡിസം ആണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസത്തിൽ T3യും T4ഉം കുറവായിരിക്കും. അപ്പോൾ ആ സമയത്ത് പിറ്റുറ്ററിയിൽ നിന്ന് TSH വരാൻ തുടങ്ങും. അങ്ങനെ TSH കൂടും. മനസ്സിലായോ? അപ്പോൾ T3 T4 കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോ തൈറോയിഡിസം ആണോ ഹൈപ്പർ തൈറോയിഡിസം ആണോ? ഹൈപ്പോ തൈറോയിഡിസം. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം പറഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോൺ കുറയുക. തൈറോയ്ഡ് ഹോർമോൺ കുറയുമ്പോൾ T3യും T4ഉം കുറവായിരിക്കും, TSH കൂടുതലായിരിക്കും. മനസ്സിലായോ? ഇനിയിപ്പോൾ ഇതിന് വല്ല മരുന്നും സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ടോ? നിങ്ങൾക്കിപ്പോൾ ഒരു 20 വയസ്സൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതുപോലെ ക്ഷീണവും അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. പിന്നെ നമ്മുടെ TSHൻ്റെ വാല്യൂ ആണെങ്കിൽ ഒരു 8 കാണുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ തൽക്കാലം എന്തായാലും നമുക്ക് മരുന്നുകൾ തുടങ്ങാം. ആ മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കുക. ഭക്ഷണ രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ മാഡം? ഭക്ഷണ രീതിയിൽ നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. ഉദാഹരണത്തിന് ക്യാബേജും കോളിഫ്ലവറൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ആളാണോ? അതെ. ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയൊക്കെ അളവൊന്ന് കുറയ്ക്കുക. കാരണം ഇതൊക്കെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറക്കുന്നുണ്ടെന്ന് ചില പഠനങ്ങളിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സോയാബീൻ്റെ അകത്ത് ഐസോഫ്ലാവിൻ എന്ന് പറഞ്ഞൊരു കണ്ടൻറ്റ് ഉണ്ട്. ആ കണ്ടൻറ്റ് തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറക്കുന്നതും ചില പഠനങ്ങളിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോയാബീനൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. അതുപോലെ ഉള്ളി പച്ചക്ക് കഴിക്കാതിരിക്കുക, വേവിച്ച ഉള്ളി മാത്രം കഴിക്കുക. അതുപോലെ പൂളക്കിഴങ്ങ് ഉപയോഗിക്കുമ്പോൾ പൂളക്കിഴങ്ങിൻ്റെ അകത്ത് തയോസൈനൈഡ് എന്ന് പറഞ്ഞൊരു കണ്ടൻറ്റ് ഉണ്ട്. ഈ പൂളക്കിഴങ്ങ് ചിലർ വേവിക്കാതെ കഴിക്കും. അതുപോലെ കറക്റ്റായിട്ട് വേവിക്കാതെ കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ തയോസൈനൈഡിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടാൻ തുടങ്ങും. അതിൻ്റെ ഭാഗമായിട്ട് തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയാം. അതുകൊണ്ട് തന്നെ പൂളക്കിഴങ്ങ് വേവിച്ച് ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറക്കാൻ ശ്രമിക്കുക. പിന്നെ മൈദ കൊണ്ടുള്ള വിഭവങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. അതുപോലെ തന്നെ ചില പഠനങ്ങളിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ ബാധിക്കാമെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൈദ കൊണ്ടുള്ള വിഭവങ്ങളും പരമാവധി കുറക്കുന്നതായിരിക്കും നല്ലത്. തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ടൈം എപ്പോഴാണ് മാഡം? ഏറ്റവും നല്ല സമയം ചോദിച്ചാൽ രാവിലെ എണീറ്റ ഉടനെ ചെയ്യുന്നതാണ്. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നേ പോയി തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെയാണ് തൈറോയ്ഡിൻ്റെ മരുന്നുകളും രാവിലെ എണീറ്റ ഉടനെ കഴിക്കുക. ചായ കുടിക്കുന്നതിൻ്റെ ഒരു 1.5 മണിക്കൂർ മുന്നേ ഗുളിക കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇല്ല, ഇനിയൊന്നുമില്ല. അപ്പം നമുക്ക് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഒരു ഗുളിക എഴുതുന്നുണ്ട്. തൈറോയ്ഡിൻ്റെ ഗുളിക തുടങ്ങുന്നുണ്ട്. ഈ ഗുളിക രാവിലെ എണീറ്റ ഉടനെ കഴിക്കുക. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നേ 1.5 മണിക്കൂർ മുന്നേ വേണം കഴിക്കാൻ. അതുപോലെ ഗുളിക കഴിയുന്നതിൻ്റെ ഒരു 2-3 ദിവസം മുന്നേ. ഞാൻ ഒരു ബോട്ടിലുള്ള ഗുളികയാണ് എഴുതുക. ആ ഗുളിക ഒരു 120 ദിവസത്തിനുണ്ടാവും. ഈ ഗുളിക കഴിയുന്നതിൻ്റെ ഒരു 1-2 ദിവസം മുന്നേ വന്ന് ചെക്ക് ചെയ്യുക, എന്നെ കാണിക്കുക. അല്ല അതിൻ്റെ മുന്നേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്ന് കാണിക്കുക. ഓക്കെ മാഡം, താങ്ക് യു. ശരി.